ഇന്ന് 2015 ഏപ്രിൽ 29-ാം തീയതി ബുധനാഴ്ചയാണ്. 1190 മേടമാസം 15-ാം തീയതി. ഞാൻ പറഞ്ഞല്ലോ ഇന്നാണ് തൃശ്ശൂർ പൂരം. അപ്പോൾ അതിനെക്കുറിച്ചുള്ള ഒരു വാർത്തയാണ് ഏറ്റവും ആദ്യം മാതൃഭൂമിയിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. നമുക്ക് നോക്കാം. പൂരങ്ങളുടെ പൂരം ഇന്നാണ് തൃശ്ശൂർ പൂരം. ഒരു ഫോട്ടോയും കൂടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് ഏത് ഫോട്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ തൃശ്ശൂർ പൂരത്തിന് തുടക്കം കുറിച്ച് നെയ്തലക്കാവ് ഭഗവതി, തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രന്റെ പുറത്തേറി വടക്കുനാഥന്റെ തെക്കേ ഗോപുരനട തുറന്ന് പുറത്തേക്ക് വരുന്ന ഒരു ഫോട്ടോ ആണ് ഈ കാണിച്ചിരിക്കുന്നത്. അതിന്റെ കൂടെ തന്നെ റിപ്പോർട്ടുണ്ട്, നമുക്ക് നോക്കാം. സാമ്പിൾ വർണ്ണം പെയ്ത മാനത്തിന് താഴെ നെയ്തലക്കാവിലമ്മ വടക്കുനാഥ ക്ഷേത്രത്തിന്റെ തെക്കേ ഗോപുരനട തുറന്ന് പുറത്തേക്ക് വന്നു. ബുധനാഴ്ച, അതായത് ഇന്ന് തൃശ്ശൂർ പൂരം. രാവിലെ ഘടകപൂരങ്ങളുടെ വരവോടെയാണ് പൂരം മിഴി തുറക്കുക. പൂരത്തിന്റെ പ്രധാന സംഘാടകരായ പാറമേക്കാവ്, തിരുവമ്പാടി ദേവസ്വങ്ങൾക്ക് പുറമെ 8 ഘടകദേശങ്ങളും പൂരങ്ങളായി വടക്കുനാഥനിലെത്തും. രാവിലെ 7:30 മുതലാണ് ഘടകപൂരങ്ങൾ എത്തി തുടങ്ങുന്നത്. ഘടകപൂരങ്ങൾ ഏതൊക്കെയാന്ന് വെച്ച് കഴിഞ്ഞാൽ കണിമംഗലം ശാസ്താവാണ് ആദ്യം എത്തുന്നത്. തുടർന്ന് കാരമുക്ക്, പനമുക്കുംപിള്ളി, ചെമ്പുക്കാവ്, ചൂരക്കോട്ടുകാവ്, അയ്യന്തോൾ, ലാലൂർ, നെയ്തലക്കാവ് എന്നിവ വടക്കുനാഥനെ വണങ്ങാനെത്തും എന്നുമാണ് പറഞ്ഞിരിക്കുന്നത്. ഇപ്രാവശ്യത്തെ പൂരം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പൂരത്തിന് സമ്പൂർണ്ണ മദ്യനിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ തന്നെ സ്ത്രീകൾക്ക് ഇരിക്കാനായിട്ട് പ്രത്യേകമായിട്ടുള്ള ഒരു ഇരിപ്പിടവും സജ്ജമാക്കിയിട്ടുണ്ട്. അതുപോലെ പൂരത്തിന് നാന്ദി കുറിച്ച് ചൊവ്വാഴ്ച, അതായത് ഇന്നലെ 11:45-നാണ് തെച്ചിക്കോട്ടുകാവ് രാമേന്ദ്രന്റെ പുറത്തേറി നെയ്തലക്കാവിലമ്മ തെക്കേ ഗോപുരനട തുറന്നത്. അതിന്റെ ഫോട്ടോ ആണ് നമ്മൾ കണ്ടത് കേട്ടോ. 11:30-ക്ക് നടക്കുന്ന മഠത്തിൽ വരവ് പഞ്ചവാദ്യത്തിൽ കേളത്ത് കുട്ടപ്പന്മാരാണ് പ്രമാണി. അതുപോലെ തന്നെ പെരുവനം കുട്ടന്മാരാരുടെ നേതൃത്വത്തിലുള്ള ഇളഞ്ഞിച്ചോട്ടിലെ നാദവിസ്മയത്തിന് 2 മണിക്ക് തുടക്കമാകും എന്ന് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഒത്തിരി അതുപോലെ വൈകിട്ട് വർണ്ണ കുടമാറ്റം ഉണ്ടായിരിക്കും. വ്യാഴാഴ്ച പുലർച്ചെയാണ് നമ്മുടെ തൃശ്ശൂർ പൂരത്തിന്റെ വെടിക്കെട്ടും എന്ന് പറയുന്നത്. പക്ഷേ ഇതിനോടനുബന്ധിച്ച് മറ്റൊരു വാർത്ത പറയാനുള്ളത് ഇന്ന് അർദ്ധരാത്രി മുതൽ വാഹന പണിമുടക്കാണ് എന്നുള്ളതാണ്. പക്ഷേ ഇത് തൃശ്ശൂർ പൂരം നടക്കുന്ന കാര്യം തൃശ്ശൂരിനെ ഒഴിവാക്കുന്നുള്ള ഒരു സംശയം ഉണ്ടായിരുന്നു. പക്ഷെ അതൊന്നുമില്ല, തൃശ്ശൂരിനെ ബാധിക്കുന്നതാണ് പറയുന്നത്. ആ വാർത്തയിലേക്ക് നോക്കാം. വാഹന പണിമുടക്ക് ഇന്ന് അർദ്ധരാത്രി തുടങ്ങും. റോഡ് ഗതാഗത സുരക്ഷാ ബിൽ നടപ്പാക്കരുതെന്ന് ആവശ്യപ്പെട്ട് കേരള ട്രേഡ് യൂണിയൻ സംഘടനകളുടെ നേതൃത്വത്തിൽ നടക്കുന്ന മോട്ടോർ വാഹന പണിമുടക്ക് കേരളത്തിൽ ബുധനാഴ്ച അർദ്ധരാത്രി മുതൽ വ്യാഴാഴ്ച അർദ്ധരാത്രി വരെ നടക്കും. KSRTC ജീവനക്കാരും പണിമുടക്കും. ഓട്ടോറിക്ഷ, ടാക്സി, ടെമ്പോ, ട്രക്കർ, ലോറി, മിനി ലോറി, സ്വകാര്യ ബസ് തൊഴിലാളികളും പണിമുടക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ പാൽ, പത്രം, ആശുപത്രി, വിവാഹം ഉൾപ്പെടെയുള്ള വാഹനങ്ങളെ പണിമുടക്കിൽ നിന്നും ഒഴിവാക്കി പ്രഖ്യാപിച്ചിട്ടുണ്ട് എന്നും ഒരു വാർത്തയും ഇതിനോടൊപ്പം തന്നെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ മറ്റൊരു വാർത്തയുള്ളത് നമ്മുടെ നേപ്പാളിൽ നിന്നാണ്. നമ്മൾ ഇന്നലെ പത്രത്തിൽ വായിച്ചു 2 ഡോക്ടേഴ്സിനെ കാണാതായിരുന്നു. പക്ഷെ അവർ മരിച്ചു എന്നുള്ളൊരു വിവരമാണ് ഇന്ന് പത്രത്തിൽ നോക്കുമ്പോൾ നമുക്ക് അറിയാൻ കഴിഞ്ഞത്. കാണാതായ 2 മലയാളി ഡോക്ടർമാരും മരിച്ചു. കണ്ണീരണിഞ്ഞ കേരളം എന്ന തലക്കെട്ടോടു കൂടിയാണ് ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. നോക്കാം നമുക്ക്. അവരുടെ ഫോട്ടോയും കൂടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. AS ഇർഷാദും അതുപോലെ തന്നെ ദീപക് തോമസുമാണ്. 2 പേർക്കും 25 വയസ്സാണ്. നമുക്ക് ആ വാർത്തയിലേക്കൊന്ന് കിടക്കാം. ഭൂചലനം ദുരന്തം വിതച്ച നേപ്പാൾ മലയാളികൾക്കും ഇനി കണ്ണീരോർമ്മ. ശനിയാഴ്ച മുതൽ കാണാതായ 2 മലയാളി ഡോക്ടർമാരും മരിച്ചതായി സ്ഥിരീകരിച്ചു. കാസർഗോഡ് സ്വദേശി AS ഇർഷാദ്, കണ്ണൂർ കേളകം സ്വദേശി ദീപക് തോമസ് എന്നിവരാണ് ഭൂചലനത്തിൽ തകർന്ന കെട്ടിടത്തിന്റെ അവശിഷ്ടങ്ങളിൽ പെട്ടു മരിച്ചത്. ചൊവ്വാഴ്ച വൈകിട്ട് 5-ഓടെ കാഠ്മണ്ഡുവിലുള്ള ആശുപത്രിയിലെ മോർച്ചറിയിലെത്തിയ ബന്ധുക്കൾ ഇരുവരുടെയും മൃതദേഹങ്ങൾ തിരിച്ചറിഞ്ഞു. പക്ഷേ ഏറ്റവും കഷ്ടമായിട്ടുള്ള ഒരു വാർത്ത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഇർഷാദിന്റെ കല്യാണം ജൂലൈ 26-ന് നടക്കാനിരിക്കുകയായിരുന്നു. അപ്പോഴാണ് അദ്ദേഹം മരിച്ചത്. മൃതദേഹം നാട്ടിലെത്തിക്കാനുള്ള നടപടിക്രമങ്ങൾ തുടരുകയാണെന്ന് പറയുന്നു. പക്ഷേ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് റെഡ് ക്രോസ് അവിടെ രക്ഷാപ്രവർത്തനങ്ങൾ തുടങ്ങിയ കാരണം അവർ രണ്ടുപേരും സുരക്ഷിതരാണെന്നുള്ളൊരു വാർത്ത ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ അത് അവരുടെ മൃതദേഹം നേപ്പാളിലെ മോർച്ചറിയിൽ വന്ന് ബന്ധുക്കൾ തിരിച്ചറിഞ്ഞു എന്നാണ് പറയുന്നത്. മരണം 10,000 കവിയും എന്നും കൂടെ പറയുന്നുണ്ട്. ഭൂചലനത്തിൽ മരിച്ചവരുടെ എണ്ണം 10,000 കവിഞ്ഞേക്കും. 4,356 പേർക്ക് ജീവൻ നഷ്ടമായെന്നാണ് ഔദ്യോഗിക സ്ഥിരീകരണം. രാജ്യത്തിന്റെ പിന്നോക്ക ഗ്രാമങ്ങളിലെ കണക്കുകൂടി ലഭ്യമായാൽ മരണം 10,000 കവിയുമെന്ന് കരുതുന്നതായി നേപ്പാൾ പ്രധാനമന്ത്രി സുശീൽ കൊയ്രാള പറഞ്ഞു. തിങ്കളാഴ്ച കാഠ്മണ്ഡുവിലും സമീപ പ്രദേശങ്ങളിലും കനത്ത മഴ പെയ്ത് രക്ഷാപ്രവർത്തനം തടസ്സപ്പെടുത്തി. ഇന്ത്യൻ ദുരന്ത നിവാരണ സേനയുൾപ്പെടെ രക്ഷാപ്രവർത്തനം നിർത്തിവെച്ചെങ്കിലും മഴ കുറഞ്ഞതോടെ പുനരാരംഭിച്ചു എന്നും പറയുന്നു. ഭൂചലനത്തിൽ കിടപ്പാടം നഷ്ടപ്പെട്ടതിനെ തുടർന്ന് തെരുവിൽ കഴിച്ചുകൂട്ടിയ 10,000ങ്ങളുടെ ജീവിതം ഇതോടെ ഒന്നുകൂടി ദുരിതത്തിലായി എന്നാണ് പറയുന്നത്. പലരും വീണ്ടും തുടർചലനങ്ങൾ പ്രതീക്ഷിക്കുന്ന കാരണം അല്ലെങ്കിൽ അതിനെ തുടർന്നുള്ള ഭയത്തോട് അനുബന്ധിച്ച് അവർ തുറസായ സ്ഥലങ്ങളിൽ തന്നെയാണ് അവർ കിടന്നുറങ്ങുന്നത് പോലും എന്നാണ് പറയുന്നത്. ശരിക്കും എന്തൊരു കഷ്ടമായിട്ടുള്ള ഒരു അവസ്ഥയാണ് അല്ലേ.
അതാണ് മറ്റൊരു വാർത്തയായിട്ടുള്ളത്. അതുപോലെ തന്നെ നമ്മുടെ ദുബായിനെ സംബന്ധിക്കുന്ന ഒരു ഫോട്ടോ വന്നിട്ടുണ്ട്. അതായത് ദുബായ് മെട്രോ ട്രെയിനുകളിൽ പെയിന്റിംഗ് ചെയ്തിട്ടുള്ള ഒരു വാർത്തയാണ്. നമുക്ക് നോക്കാം. പുതിയ മുഖവുമായി ദുബായ് മെട്രോകൾ. ലോക പ്രശസ്ത കലാകാരന്മാരുടെ കലാസൃഷ്ടികൾ ദുബായ് മെട്രോ ട്രെയിനുകൾക്ക് പുതിയ മുഖം നൽകുന്നു. ആ ഫോട്ടോ കാണുമ്പോൾ തന്നെ അറിയാം, അതിലൊരു പെയിന്റിംഗ് ആണ് ട്രെയിനിന്റെ മുകളിൽ ചെയ്തു വെച്ചിരിക്കുന്നത് കേട്ടോ. നിലവിലുള്ള നീല നിറത്തിന് പകരം പ്രമുഖ പെയിന്റിങ്ങുകളും ഗ്രാഫിക്കുകളും പ്രദർശിപ്പിച്ചുകൊണ്ട് മെട്രോകൾ യാത്ര തുടരും. ദുബായ് ആർട്ട് സീസണിന്റെ ഭാഗമായി ദുബായ് കൾച്ചറുമായി സഹകരിച്ചാണ് പദ്ധതി പ്രാവർത്തികമാക്കുന്നത് എന്ന് കൊടുക്കുന്നു. അതുപോലെ ആഹ്ലാദത്തിന്റെ സഞ്ചരിക്കുന്ന പ്രത്യേകമായി മെട്രോ ട്രെയിനുകളെ മാറ്റാൻ ഇതുവഴി സാധിച്ചതായിട്ടാണ് അധികൃതർ വ്യക്തമാക്കിയിരിക്കുന്നത്. അപ്പോൾ എന്തായാലും നല്ലൊരു മാറ്റം തന്നെയാണ് അല്ലേ. സാധാരണ നിറങ്ങളിൽ നിന്നും വ്യത്യസ്തമായിട്ടൊരു പെയിന്റിംഗ് കൂടെ ആകുമ്പോൾ നമുക്കും കാണുന്നവർക്കും അത് പ്രത്യേക ഒരു സന്തോഷം തന്നെയാണ്. അതാണ് മറ്റൊരു വാർത്ത. അതുപോലെ തന്നെ ഡൽഹിയിൽ നിന്ന്, അതായത് ഡൽഹി നിയമമന്ത്രി കുടുങ്ങും എന്ന് പറഞ്ഞിട്ടുള്ളൊരു വാർത്തയുണ്ട്. അതായത് അദ്ദേഹത്തിന്റെ സർട്ടിഫിക്കറ്റിൽ ഒരു ചെറിയൊരു കൃത്രിമം വന്നതിനെ തുടർന്ന് അദ്ദേഹത്തിനെതിരെ നടപടി ഉണ്ടാകുമെന്നാണ് പറയുന്നത്. നിയമബിരുദ സർട്ടിഫിക്കറ്റിൽ കൃത്രിമം കാണിച്ച ഡൽഹി നിയമമന്ത്രി ജിതേന്ദ്ര സിംഗ് തോമർ രാജിവെക്കണമെന്ന് കോൺഗ്രസും BJPയും ആവശ്യപ്പെട്ടു. തോമറിന്റെ പ്രൊവിഷണൽ സർട്ടിഫിക്കറ്റ് കൃത്രിമത്വം നടത്തിയതും സ്ഥാപനത്തിന്റെ രേഖകളിൽ ഇല്ലാത്തതാണെന്നും ബീഹാറിലെ സർവകലാശാല ഡൽഹി ഹൈക്കോടതിയെ അറിയിച്ച പശ്ചാത്തലത്തിലാണിത്. എന്നാൽ ആരോപണങ്ങൾ നിഷേധിച്ച തോമർ കോടതിയാണ് ഇക്കാര്യങ്ങൾ തീരുമാനിക്കേണ്ടതെന്ന് വ്യക്തമാക്കി എന്നും പറയുന്നുണ്ട്. ഇതൊക്കെയാണ് ഇന്നത്തെ പത്രങ്ങളിലെ പ്രധാനപ്പെട്ട വാർത്തകളായിട്ട് വന്നിരിക്കുന്നത്. ഇനി നമുക്ക് എഡിറ്റോറിയൽ പേജിലേക്കൊന്ന് പോവാം. ഇന്നത്തെ എഡിറ്റോറിയൽ പേജിൽ മാതൃഭൂമിയിൽ വന്നിരിക്കുന്ന ലേഖനം എന്ന് പറയുന്നത് എന്നും ചുവപ്പ് നാടകൾ ഇങ്ങനെ മുറിഞ്ഞു വീണെങ്കിൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ലേഖനമാണ്. നമുക്കതിലേക്കൊന്ന് കടക്കാം. വേണമെങ്കിൽ ചക്ക വേരിലും കായ്ക്കും എന്നാണ് പഴമൊഴി. ഭരണം എന്നാൽ കടലാസ് പണികളുടെ നൂലാമാലകളിൽ ഒരു ജനതയെ തന്നെ തളച്ചിടുന്ന പീഡനമാണ് എന്ന നിത്യാനുഭവത്തിന്റെ ഒരു തിരുത്തായി മാറിയിരിക്കുകയാണ് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ ജനസമ്പർക്ക പരിപാടി. ഒരായുഷ്കാലം മുഴുവൻ സർക്കാർ ഓഫീസുകളിലെ ചുവപ്പ് നാടയോട് പടവെട്ടിത്തളർന്ന നൂറുകണക്കിന് ആളുകൾക്കാണ് കഴിഞ്ഞ ദിവസം ഏതാനും മണിക്കൂറുകൾക്കകം കോഴിക്കോട്ട് നടന്ന ജനസമ്പർക്ക പരിപാടിയിൽ നീതി കിട്ടിയത്. മുഖ്യമന്ത്രിയുടെ സഞ്ചരിക്കുന്ന സെക്രട്ടേറിയറ്റിൽ ജനം എത്രമാത്രം പ്രതീക്ഷ അർപ്പിച്ചിരിക്കുന്നു എന്നതിന്റെ ദൃഷ്ടാന്തമായാണ് കോഴിക്കോട് പുലർച്ചെ 2:30 മണിവരെ നീണ്ട ഈ പരിപാടിയിൽ ജനം കാത്തുനിന്നത്. രാവിലെ 9 മണിക്ക് തുടങ്ങി 17.5 മണിക്കൂർ നീണ്ട ഭരണ നിർവഹണം അവസാനിക്കുമ്പോഴേക്കും നേരിട്ട് 8710 പരാതികൾ മുഖ്യമന്ത്രി കൈകാര്യം ചെയ്തു എന്ന് പറയുന്നു. ഓൺലൈനായിട്ട് ലഭിച്ച 11,000 പരാതികൾക്ക് പുറമേ ആയിരുന്നു ഇത്. അദ്ദേഹം നേരിട്ട് കൈകാര്യം ചെയ്ത പരാതികളുടെ എണ്ണമാണിത്. അതുപോലെ തന്നെ 73,534 രൂപയുടെ സഹായ തീരുമാനങ്ങളുണ്ടായി കോഴിക്കോട് മാത്രം. ക്ഷമിക്കണം കേട്ടോ, 7 കോടിയാണത്. അത്രയും രൂപയുടെ സഹായ തീരുമാനങ്ങൾ ഉണ്ടായി കോഴിക്കോട് നിന്ന് മാത്രം. 365 ദിവസം നീളുന്ന വർഷത്തിൽ ഒരു മാസമെങ്കിലും നമ്മുടെ സർക്കാർ സംവിധാനങ്ങൾ ഇങ്ങനെ ഉണർന്ന് പ്രവർത്തിച്ചിരുന്നെങ്കിൽ എന്ന് ആരും കൊതിച്ചു പോകുന്ന മട്ടിലായിരുന്നു ഈ വിസ്മയ ഭരണം എന്നും കൂടെ പറയുന്നുണ്ട്. അതുകൊണ്ടായിരിക്കും തോന്നുന്നു മാതൃഭൂമി ഈ ലേഖത്തിന് എന്നും ചുവപ്പ് നാടകൾ ഇങ്ങനെ മുറിഞ്ഞു വീണെങ്കിൽ എന്ന തലക്കെട്ട് കൊടുത്തിരിക്കുന്നത് തോന്നുന്നു. ശരിക്കും മുഖ്യമന്ത്രിയുടെ ഈ ജനസമ്പർക്ക പരിപാടി ശരിക്കും വലിയൊരു ആശ്വാസമാണല്ലേ. പെട്ടെന്ന് തന്നെ തീർപ്പ് കൽപ്പിക്കാനും പെട്ടെന്ന് തന്നെ സഹായം, പെട്ടെന്ന് തന്നെ അടിയന്തരമായിട്ട് തന്നെ തീരുമാനങ്ങൾ ലഭിക്കാനായിട്ടും അത് വളരെയധികം സഹായകം തന്നെയാണ്. ഇനി അടുത്തതായിട്ട് നമ്മൾ കിടക്കുന്നത് സ്പോർട്സ് പേജിലേക്കാണ്. സ്പോർട്സ് പേജിൽ IPL വിശേഷങ്ങളുണ്ട്. ചെന്നൈക്ക് ജയം എന്ന് പറയുന്നൊരു വാർത്തയുണ്ട്. നമുക്ക് നോക്കാം. സൂപ്പർ ലീഗിൽ ആവേശകരമായ മത്സരത്തിനൊടുവിൽ കൊൽക്കത്തയ്ക്കെതിരെ ചെന്നൈക്ക് 2 റൺസ് വിജയം. ചെന്നൈക്കെതിരെ കൊൽക്കത്തയുടെ ബ്രാഡ് ഹോഗിന്റെ ബൗളിംഗ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഫോട്ടോ കൊടുത്തിട്ടുണ്ട്. പക്ഷേ ചെന്നൈയാണ് വിജയിച്ചത്. നമുക്ക് ആ വാർത്തയിലേക്ക് കടക്കാം. ആദ്യം ബാറ്റ് ചെയ്ത് ചെന്നൈ 20 ഓവറിൽ 6 വിക്കറ്റ് നഷ്ടത്തിൽ 134 റൺസ് എടുത്തപ്പോൾ കൊൽക്കത്തയ്ക്ക് 20 ഓവറിൽ 132 റൺസ് എടുക്കാനേ കഴിഞ്ഞുള്ളൂ. അവസാന പന്തിൽ സിക്സർ നേടിയാൽ കൊൽക്കത്തയ്ക്ക് മത്സരം സമനിലയിലാക്കാമായിരുന്നു. എന്നാൽ ബൗണ്ടറി നേടാനേ സ്ട്രൈക്കറായ ഡെസ്കാത്തയ്ക്ക് കഴിഞ്ഞുള്ളൂ. താരതമ്യേന ചെറിയ ലക്ഷ്യവുമായി ഇറങ്ങിയ കൊൽക്കത്തയുടെ നടുവൊടിച്ച് ബ്രെയിൻ ബ്രാവോയുടെ മാസ്മരിക ബൗളിംഗ് ആണ്. 3 ഓവറിൽ 22 റൺസ് വഴങ്ങിയ ബ്രാവോ 3 വിക്കറ്റുകൾ വീഴ്ത്തി. 2 മികച്ച ക്യാച്ചുകളുമായി ഫീൽഡിംഗിലും തിളങ്ങിയ ബ്രാവോയുടെ പ്രകടനം ചെന്നൈക്ക് അമൂല്യമായി എന്നും വാർത്തയിൽ പറയുന്നു. അതുപോലെ തന്നെ മറ്റൊരു വാർത്തയിൽ നമ്മുടെ ഇന്നലെ പത്രത്തിൽ വായിച്ചു, എന്താ പറയുക, BCCI ഒന്ന് കുലുങ്ങിക്കൊണ്ടിരിക്കുകയാണെന്നൊക്കെ, അതിനെക്കുറിച്ചുള്ള ഒരു വാർത്ത തന്നെയാണ്. കളിഭരണം താറുമാറ്, രാമചന്ദ്രനെതിരെ ഒളിമ്പിക് കമ്മിറ്റി, അതുപോലെ തന്നെ ശ്രീനിവാസന് തിരിച്ചടി എന്നും പറഞ്ഞിട്ടുള്ള 2 വാർത്തകൾ കൊടുത്തിട്ടുണ്ട്. നമുക്ക് നോക്കാം. ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷനിൽ രാമചന്ദ്രന്റെ ഏകാധിപത്യമെന്ന് ആരോപണം. ആ വാർത്ത ആദ്യം നോക്കാം. ക്രിക്കറ്റിൽ ശ്രീനിവാസനെതിരെ കുരുക്ക് മുറുകവേ അനിയൻ രാമചന്ദ്രനെതിരെ ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷനിൽ പടപ്പുറപ്പാട്. ശ്രീനിവാസന്റെ അനിയൻ രാമചന്ദ്രനാണ് ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ അധ്യക്ഷൻ.
രാമചന്ദ്രന്റെ തന്നിഷ്ടപ്രകാരമുള്ള തീരുമാനങ്ങൾക്കെതിരെ കമ്മിറ്റിയിലെ ഒരു വിഭാഗം രംഗത്ത് വന്നു. രാമചന്ദ്രനെതിരെ അവിശ്വാസം കൊണ്ടുവരാനും നീക്കം നടക്കുന്നു എന്നും പറഞ്ഞിട്ടുള്ള ഒരു വാർത്തയാണ്. ശ്രീനിവാസിനെ കുറിച്ചും ഒരു വാർത്തയുണ്ട്. BCCI മുൻ സെക്രട്ടറി സഞ്ജയ് പട്ടേലിനെ ബറോഡ അസോസിയേഷൻ പുറത്താക്കി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വാർത്തയാണ്. N. ശ്രീനിവാസന് തിരിച്ചടി നൽകിക്കൊണ്ട് ക്രിക്കറ്റ് നടത്തിപ്പുകാർക്കിടയിലെ അധികാര തർക്കം പുതിയ മാനങ്ങളിലേക്ക്. ശ്രീനിവാസന്റെ വിശ്വസ്തനും മുൻ BCCI സെക്രട്ടറിയുമായ സഞ്ജയ് പട്ടേലിനെ ബറോഡ ക്രിക്കറ്റ് അസോസിയേഷന്റെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് ചൊവ്വാഴ്ച പുറത്താക്കി എന്നാണ് വാർത്തയിൽ പറയുന്നത്. സാമ്പത്തിക ക്രമക്കേടുകൾ കാണിച്ചാണ് നടപടിയെങ്കിലും ഇന്ത്യൻ ക്രിക്കറ്റ് കൺട്രോൾ ബോർഡിന്റെ അതായത് BCCIയുടെ ഇപ്പോഴത്തെ സെക്രട്ടറി അനുരാഗ് ഠാക്കൂറും അന്താരാഷ്ട്ര ക്രിക്കറ്റ് കൗൺസിൽ അധ്യക്ഷൻ N. ശ്രീനിവാസനും തമ്മിലുള്ള ചേരിപ്പോരിന്റെ തുടർ ചലനങ്ങളായാണ് ഈ നീക്കത്തെ കണക്കാക്കുന്നത് എന്നുമാണ് വാർത്തയിൽ പറഞ്ഞിരിക്കുന്നത്. ഇതാണ് പ്രധാനപ്പെട്ട സ്പോർട്സ് വിശേഷങ്ങളായിട്ട് വന്നിരിക്കുന്നത്. ഇനി നമുക്ക് നമ്മുടെ ഗൾഫ് ന്യൂസിലേക്ക് കടക്കാം. നേപ്പാളിന് സാന്ത്വനവും സഹായവുമായി UAE എന്ന് പറയുന്ന ഒരു വാർത്തയാണ്. ഏകദേശം 10 കോടി ദിർഹത്തിനടുത്ത് UAE സഹായം എത്തിക്കുന്നു എന്നും വാർത്തയിൽ പറയുന്നുണ്ട്. നമുക്കത് ഇതിനോടകം അയച്ചത് 450 മെട്രിക് ടണ്ണിലേറെ സാധനങ്ങളാണ്. അതായത് ഒരു ഫോട്ടോ കൊടുത്തിട്ടുണ്ട്. ഇത് ബോയിങ് 747 വിമാനം, അതായത് ദുരിതബാധിതർക്കുള്ള സാധനങ്ങളൊക്കെ ആയിട്ട് ദുബായിൽ നിന്ന് കാഠ്മണ്ഡുവിലേക്ക് പുറപ്പെടാൻ ഒരുങ്ങി നിൽക്കുന്ന ഒരു എന്താ പറയുക ബോയിങ് 747ന്റെ ഫോട്ടോ ആണ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് ആ വാർത്തയിലേക്കൊന്ന് കടക്കാം. ഭൂകമ്പം വൻ നാശം വിതച്ച നേപ്പാളിലേക്ക് ഭക്ഷണവും മരുന്നും ഉൾപ്പെടെയുള്ള അടിയന്തര സഹായങ്ങൾ UAEയിൽ നിന്നും പ്രവഹിക്കുന്നു. വ്യോമമാർഗം എല്ലാ സഹായവും എത്തിക്കാനാണ് UAE വൈസ് പ്രസിഡന്റും പ്രധാനമന്ത്രിയും ദുബായ് ഭരണാധികാരിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂമിന്റെ ഉത്തരവ്. 90 മെട്രിക് ടൺ സാധനങ്ങളുമായി ബോയിങ് 747 വിമാനം ദുബായിൽ നിന്നും കാഠ്മണ്ഡുവിലേക്ക് ഇന്നലെ രാവിലെ പുറപ്പെട്ടു. അതുപോലെ 450 മെട്രിക് ടണ്ണിലേറെ സാധനങ്ങൾ ഇതിനോടകം അയച്ചിട്ടുണ്ട് എന്നും പറയുന്നുണ്ട്. അതുപോലെ തന്നെ ദുബായ് അയച്ചിട്ടുള്ളത് 1 ലക്ഷം യൂണിറ്റ് ഭക്ഷണ സാധനങ്ങൾക്ക് പുറമെ മരുന്നുകളുടെ കിറ്റ്, ശുദ്ധീകരണ ഉപകരണങ്ങൾ, ജലം ശേഖരിക്കാനും വിതരണം ചെയ്യാനുമുള്ള യൂണിറ്റുകൾ, അങ്ങനെ ബ്ലാങ്കറ്റുകൾ, ടെന്റുകൾ, ടെർപോളിൻ, വെള്ളം, അങ്ങനെ ഒത്തിരി സാധനങ്ങൾ UAE നേപ്പാളിന് വേണ്ടി സംഭാവന ചെയ്തിട്ടുണ്ട് എന്നാണ് വാർത്തയിലേക്ക് പറയുന്നത്. അടുത്തതായിട്ട് മറ്റൊരു വാർത്തയുള്ളത് അറബിക്കിൽ ഭക്ഷ്യമെനു നൽകിയില്ല, 29 സ്ഥാപനങ്ങളെ സർക്കാർ പിടികൂടി എന്ന് പറയുന്ന ഒരു വാർത്തയാണ്. നമുക്ക് നോക്കാം. അറബിക്കിൽ ഭക്ഷ്യമെനു നൽകാത്ത സ്ഥാപനങ്ങളെ പിടികൂടി. പ്രാദേശിക ഭാഷയിൽ വിഭവവും വിലയും വ്യക്തമാക്കാത്ത ഉപഭോക്താക്കൾക്ക് മെനു നൽകിയ 29 സ്ഥാപനങ്ങളുടെ നിയമലംഘനമാണ് സാമ്പത്തിക മന്ത്രാലയം പിടികൂടിയത്. ഭക്ഷ്യവിതരണ സ്ഥാപനങ്ങൾക്ക് സാമ്പത്തിക മന്ത്രാലയം അറബിക്കിൽ മെനു നിർബന്ധമാക്കിയിട്ടുണ്ട്. വിഭവത്തിന്റെ പേരും വിലയും രേഖപ്പെടുത്തി ആയിരിക്കണം ജനങ്ങൾക്ക് മെനു നൽകേണ്ടത്. ദുബായിലെ പല റെസ്റ്റോറന്റുകളും ഈ നിയമം പാലിക്കുന്നില്ലെന്ന് കണ്ടെത്തിയതായി സാമ്പത്തിക മന്ത്രാലയത്തിലെ ഉപഭോക്തൃ സംരക്ഷണ മാർക്കറ്റിംഗ് നിരീക്ഷണ വകുപ്പ് തലവൻ അറിയിച്ചു എന്നും പറഞ്ഞിട്ടുണ്ട്. അതായത് അറബിയിൽ എന്തായാലും മെനുവും അതുപോലെ തന്നെ ഭക്ഷ്യവിഭവങ്ങളുടെ വിലയും രേഖപ്പെടുത്തണം എന്നുള്ളൊരു നിയമം ഉണ്ടായിരുന്നു. അത് പാലിക്കാത്ത റെസ്റ്റോറന്റുകൾക്കെതിരെയാണ് എന്താ പറയുക കർശനമായിട്ടുള്ള നടപടി അവർ നേരിട്ടുള്ളത്. അതുപോലെ മറ്റൊരു വാർത്ത, ലൈസൻസ് ഇല്ലാതെ വാഹനം ഓടിച്ച 4 പേരെ നാട് കടത്തും. അതായത് കുവൈറ്റിൽ നിയമം കർശനമാക്കി നടപ്പാക്കി തുടങ്ങി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വാർത്തയാണ് കേട്ടോ. ലൈസൻസ് ഇല്ലാതെ വിദേശികൾ വാഹനം ഓടിക്കുന്നത് തടഞ്ഞുകൊണ്ടുള്ള നിയമം 23-ന് പ്രാബല്യത്തിലായതോടെ പിടിയിലായവരുടെ നാടുകടത്തൽ നടപടി തുടങ്ങി. ഇതേവരെ 4 വിദേശികളാണ് പിടിയിലായത്. ഇവരുടെ പാസ്പോർട്ടും നാട്ടിലേക്കുള്ള വിമാന ടിക്കറ്റും ഹാജരാക്കാൻ സ്പോൺസർമാർക്ക് നിർദ്ദേശം നൽകിയതായി അധികൃതർ അറിയിച്ചു. നിയമം പ്രാബല്യത്തിലാകുന്നതിന് മുൻപ് പിടിയിലായവരെ നാടുകടത്തില്ലെന്നും ബന്ധപ്പെട്ടവർ വ്യക്തമാക്കി. അതിനിടെ നിയമവിരുദ്ധമായ 9,000 ഡ്രൈവിംഗ് ലൈസൻസുകൾ ആഭ്യന്തര മന്ത്രാലയം റദ്ദാക്കി എന്ന് പറയുന്നു. എന്നാൽ മറ്റുള്ളവർക്ക് ലൈസൻസ് ലഭിക്കണമെങ്കിൽ പ്രതിമാസം 400 ദിനാർ ശമ്പളം, അതുപോലെ കുവൈറ്റിൽ 2 വർഷം താമസം എന്നിവ നിർബന്ധമാണ് എന്ന് പറയുന്നു. ലൈസൻസ് ഇല്ലാതെ വാഹനം ഓടിച്ച വിദേശികളെയാണ് നാട് കടത്തുന്നത്. അങ്ങനെ 4 പേരെയാണ് ഉടനടി നാട് കടത്താൻ പോകുന്നത് എന്നാണ് വാർത്തയിൽ പറയുന്നത്. അതുപോലെ തന്നെ മറ്റൊരു വാർത്തയുള്ളത്, ഖത്തറിൽ സ്കൂൾ വിദ്യാഭ്യാസം മെച്ചപ്പെടുത്താൻ പുതിയ നിയമം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വാർത്തയാണ്. നമുക്ക് നോക്കാം. സ്വകാര്യ സ്കൂളുകളിലെ വിദ്യാഭ്യാസ നിലവാരം മെച്ചപ്പെടുത്താനും സ്വകാര്യ സ്കൂൾ വിദ്യാഭ്യാസ മേഖലയെ നിയന്ത്രിക്കാനുമായി പുതിയ നിയമം വരുന്നു. ദോഹയിലാണ് കേട്ടോ. ഇത് സംബന്ധിച്ച കരട് നിയമം ഷൂറ കൗൺസിലിന് കീഴിലുള്ള കൾച്ചർ ആൻഡ് ഇൻഫർമേഷൻ അഫയേഴ്സ് കമ്മിറ്റിയുടെ പരിഗണനയിലാണ്. തിങ്കളാഴ്ച ചേർന്ന കമ്മിറ്റി യോഗം സ്വകാര്യ സ്കൂൾ കരട് നിയമം സംബന്ധിച്ച വിദ്യാഭ്യാസ മന്ത്രിയുടെയും സുപ്രീം എഡ്യൂക്കേഷൻ കൗൺസിലിന്റെയും അഭിപ്രായം അറിയാൻ തീരുമാനിച്ചു എന്ന് പറയുന്നു. ഇതിനോടനുബന്ധിച്ച് പുതുതായിട്ട് 75 സ്കൂളുകൾക്കാണ് പ്രാഥമിക അനുമതി നൽകിയിരിക്കുന്നതായിട്ട് വിദ്യാഭ്യാസ മന്ത്രി അറിയിച്ചിരിക്കുന്നത് എന്നൊരു വാർത്തയുണ്ട്. കൂടുതൽ സ്കൂളുകൾ തുറക്കാൻ നിലവിലുള്ള മാനേജ്മെന്റുകളും പുതിയ മാനേജ്മെന്റുകളും വലിയ താല്പര്യം പ്രകടിപ്പിച്ചിട്ടുണ്ടെന്നും മന്ത്രി പറഞ്ഞിരിക്കുന്നു എന്നും ഒരു വാർത്തയാണുള്ളത്. അതായത് സ്കൂളുകളുടെ
ആവശ്യം പരിഗണിച്ച് കൂടുതൽ കെട്ടിടങ്ങളും എല്ലാം നൽകിക്കൊണ്ട് പുതിയ എന്താ പറയുക വിദ്യാഭ്യാസത്തിന്റെ നിലവാരം കുറച്ചും കൂടെ ഉയർത്താനാണ് അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഒരു വാർത്തയാണുള്ളത്. മറ്റൊരു വാർത്ത, ഖത്തറിൽ പുതിയ സ്പോൺസർഷിപ്പ് നിയമം ഈ വർഷം തന്നെ എന്ന് പറയുന്ന ഒരു വാർത്തയാണ് കേട്ടോ. ശമ്പളം പിടിച്ചുവെക്കുന്ന തൊഴിലുടമകൾ ശമ്പളം വൈകുന്ന ഓരോ ദിവസത്തിനും 2000 റിയാൽ വീതം പിഴ നൽകണമെന്നാണ് പുതിയ നിയമത്തിൽ. നമുക്ക് നോക്കാം. പുതിയ സ്പോൺസർഷിപ്പ് നിയമം ഈ വർഷം തന്നെ ഉണ്ടായേക്കുമെന്ന് തൊഴിൽ മന്ത്രി ആവർത്തിച്ചു. ഓക്സ്ഫോർഡ് ബിസിനസ് ഗ്രൂപ്പിന് നൽകിയ അഭിമുഖത്തിലാണ് അദ്ദേഹം അറിയിച്ചത്. ഈ വർഷം തന്നെ നടപ്പിലാക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായും അദ്ദേഹം അറിയിച്ചു എന്ന് പറയുന്നു. ദോഹയിൽ നിന്നാണ് ഈ വാർത്ത. ശമ്പളം പിടിച്ചുവെക്കുന്ന തൊഴിലുടമകൾ ശമ്പളം വൈകുന്ന ഓരോ ദിവസത്തിനും 2000 റിയാൽ വീതം പിഴ നൽകണമെന്നാണ് പുതിയ നിയമത്തിലുള്ളതെന്നും അദ്ദേഹം അറിയിച്ചു. തൊഴിലാളികൾക്ക് ശമ്പളം ബാങ്കിൽ കൂടി നൽകാൻ വ്യവസ്ഥ ചെയ്യുന്ന ശമ്പള സംരക്ഷണ ചട്ടം 1 വർഷത്തിനകം എല്ലാ കമ്പനികളിലും ബാധകമാക്കും എന്ന് പറയുന്നു. ക്രമക്കേടുകൾ പരിഹരിക്കാതെ കമ്പനികൾക്ക് വിസ അനുവദിക്കില്ല. ജൂൺ 15 മുതൽ ഓഗസ്റ്റ് 15 വരെ എല്ലാ വർഷവും വേനൽക്കാലത്ത് തൊഴിൽ സമയത്തിന് മാറ്റമുണ്ടാകും എന്ന് പറയുന്നുണ്ട്. ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട ഗൾഫ് വാർത്തകളായിട്ട് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ നേപ്പാളിൽ കുടുങ്ങിയിട്ടുള്ള 4 മലയാളികൾ ഉൾപ്പെട്ട സംഘം ദുബായിലേക്ക് മടങ്ങി. നമ്മൾ ഇന്നലെ പത്രത്തിൽ കണ്ടിരുന്നു അവരുടെ സെൽഫി ഫോട്ടോ ഒക്കെ. അപ്പോൾ അവരെന്തായാലും ദുബായിലേക്ക് തിരിച്ചു മടങ്ങിയിട്ടുണ്ട് എന്നൊരു വാർത്തയാണ്. നമുക്ക് നോക്കാം. നേപ്പാളിൽ കുടുങ്ങിയ 4 മലയാളികൾ ഉൾപ്പെടുന്ന 6 അംഗ സംഘം ദുബായിലേക്ക് മടങ്ങി. ഇന്നലെ വൈകിട്ട് കാഠ്മണ്ഡുവിൽ നിന്ന് ഫ്ലൈ ദുബായ് വിമാനത്തിലാണ് സംഘം പുറപ്പെട്ടത്. ദുബായിലെ MBA വിദ്യാർത്ഥി, എറണാകുളം സ്വദേശി തൻവീർ റാവുത്തർ, അതുപോലെ തന്നെ അസഹർ അലി, അതുപോലെ മസർ മൊയ്തീൻ, പിന്നെ മൊയ്നുദ്ദീൻ ഖാൻ, അതുപോലെ സുനിൽ, ചന്ദ്രസെൻ ഗാന്ധി ഇവരൊക്കെയാണ് ബുധനാഴ്ച ദുബായിൽ നിന്നും നേപ്പാളിലേക്ക് വിനോദയാത്രയ്ക്ക് പോയത്. ഇവരെ കാണാതായതിനെ തുടർന്ന് കുറച്ച് ആശങ്കയുണ്ടായിരുന്നു. പക്ഷെ എന്നാലും അവർ സുരക്ഷിതരാണ്. അവർ തിരിച്ച് ദുബായിലേക്ക് ഫ്ലൈ ദുബായ് വിമാനത്തിൽ വന്നുകൊണ്ടിരിക്കുകയാണ് എന്നൊരു വാർത്തയാണുള്ളത്. ഇവർക്ക് വിമാന ടിക്കറ്റ് ദുബായിൽ നിന്നും അയച്ചു കൊടുക്കുകയായിരുന്നു. എന്നാലും അവർ സുരക്ഷിതരാണ്. മലയാളികൾ ഉൾപ്പെടുന്ന 6 അംഗ സംഘം സുരക്ഷിതരാണ് എന്നൊരു വാർത്തയാണുള്ളത്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ പത്രങ്ങളിലെ പ്രധാനപ്പെട്ട വാർത്തകളായിട്ട് വന്നിരിക്കുന്നത്. ഇനി അവസാനമായിട്ട് നമ്മൾ കടക്കുന്നത് നമ്മുടെ ഗോൾഡ് ആൻഡ് എക്സ്ചേഞ്ച് റേറ്റിലേക്കാണ്. ഇന്നത്തെ എക്സ്ചേഞ്ച് റേറ്റ് എന്ന് പറയുന്നത് 17 രൂപ 13 പൈസയാണ് ഇന്ന് രാവിലെ കേട്ടോ. ഇന്നലത്തെക്കാളും കുറച്ച് വ്യത്യാസമുണ്ട്. എന്നാലും തിരക്കേടില്ലാത്തൊരു വിനിമയ റേറ്റ് തന്നെയാണ്. അതുപോലെ 24 ക്യാരറ്റ് സ്വർണ്ണത്തിന് 146 ദിർഹം 50 ഫിൽസ് ആണ് ഇന്ന് രാവിലത്തെ റേറ്റ്. അതുപോലെ 22 ക്യാരറ്റ് സ്വർണ്ണത്തിന് 139 ദിർഹമാണ് ഇന്ന് രാവിലത്തെ റേറ്റ് എന്ന് പറയുന്നത്. അങ്ങനെ ഒത്തിരി വിശേഷങ്ങളൊക്കെ ആയിട്ട് നമ്മുടെ ഗുഡ് മോർണിംഗിന്റെ സമയം ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. നല്ലൊരു വാചകത്തോടു കൂടിയാണ് നമ്മൾ ഇന്ന് തുടങ്ങിയത് അല്ലേ. അതായത് ഒരു ജീവിതത്തിന് എന്തൊക്കെ വേണം എന്നുള്ളൊരു വാചകം നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു. നല്ല ഗ്രന്ഥങ്ങളും നല്ല സുഹൃത്തുക്കളും അതുപോലെ തന്നെ ഉത്തമ മനസാക്ഷിയുമാണ് നമ്മുടെ ജീവിതത്തിന് എന്നും അനിവാര്യമായത് എന്നൊരു വാചകത്തോടു കൂടിയാണ് നമ്മൾ തുടങ്ങുന്നത്. അപ്പോൾ അത് ഒന്നും കൂടെ ഓർമ്മിപ്പിച്ചുകൊണ്ട് നമ്മുടെ ഗുഡ് മോർണിംഗ് ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. നല്ലൊരു ദിവസമായിരിക്കട്ടെ ഇന്ന് എന്ന് എല്ലാവർക്കും ആശംസിച്ചുകൊണ്ട് നാളെ ഇതേ സമയം നമുക്ക് ഗുഡ് മോർണിംഗിലൂടെ വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.